എങ്ങോട്ടാണ് ഈ തിരക്ക് പിടിച്ച് പായുന്നതെന്നല്ലേ? ഇന്ന് ബേപ്പൂർ ഫെസ്റ്റിൻ്റെ ലാസ്റ്റ് ദിവസമാണ്. അപ്പോൾ ഒന്ന് പോയി കണ്ടേച്ച് വരാച്ച്. അല്ലെങ്കിലും അങ്ങനെയാണ്, എല്ലാ പരിപാടിക്കും ഞങ്ങൾ ലാസ്റ്റേ പോകത്തുള്ളൂ. ഇത് ഫറോക്ക് പാലത്തുമെന്ന് അങ്ങ് തുടങ്ങാം. പാലം കയറിയതേ ഓർമ്മയുള്ള ആ ലൈറ്റൊക്കെ കുറച്ച് സമയം ആസ്വദിച്ചിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ എങ്ങോട്ടാ പോയത്, ഏതിലെയാണ് പോയതെന്ന് യാതൊരു ഐഡിയയില്ല. അറിയാത്ത ഒരുപാട് വഴികളിലോട്ട് ഗൂഗിൾ മാമിയോട് ചോദിച്ച് ഞങ്ങൾ ഭ്രാന്തമായി സഞ്ചരിച്ചു. അങ്ങനെ നീണ്ട 2.5 മണിക്കൂറിൻ്റെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ അതേ നോക്കിയ കാല് കുത്താൻ സ്ഥലമില്ല, അത്രയധികം ആൾക്കാരുണ്ട്. ഞങ്ങളെത്തിയപ്പോഴേക്കും ഡ്രോൺ ഷോയും കഴിഞ്ഞ് വെടിക്കെട്ട് പൊട്ടാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെ കുറച്ച് സമയം അത് ആസ്വദിച്ച് നിന്നു. അപ്പോഴേക്കും നമ്മുടെ സ്വന്തം വിനീതേട്ടൻ്റെ പാട്ട് അവിടെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പാട്ട് കാണാൻ വേണ്ടി സ്റ്റേജിൻ്റെ അടുത്തേക്ക് പോകാൻ നോക്കിയപ്പോഴോ കാല് കുത്താൻ കഴിയുന്നില്ല, അത്രമാത്രം തിരക്കായിരുന്നു. എന്നാലും എനിക്ക് കുറച്ച് വീഡിയോ കിട്ടിയിട്ടുണ്ട്, കേട്ടോളൂ നിങ്ങൾ. ജീവചൈതന്യമേ ഒരുമിച്ച് പാടിയാലോ? ഇവിടെ ഇങ്ങനെ ഒരു വേദിയിൽ പാടാൻ പറ്റിയത് ഒരു ഭയങ്കര ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് കാണുന്നത്. ഞാൻ കുറേ വർഷം മുമ്പ് ബേപ്പൂർ വന്നിട്ടുണ്ട്, പക്ഷെ അന്ന് ഈ ഫെസ്റ്റ് ഇത്രയും കലാപം പഠിച്ചേട്ടന് ഇഷ്ടമുള്ള അത്ര പേരെങ്കിലും ഇവരുടെ പിന്നും കണ്ടുപതിച്ചവർ നിന്നും നഗരം കൊണ്ടു നടന്നവർ ഭൂമി കൂടി കാണി വളർത്തി അയറൂരി പാഞ്ഞു വന്നി ഭയത്തി കൊന്നാലി പുഴയൊരു മമ്പത്തി ഒപ്പനയ്ക്കു നീ കൂടുവാൻ മൈതാഞ്ചി മുഞ്ചൊന്നു കാണുവാൻ എന്തുമാത്രമെന്നാഗ്രഹങ്ങളെ മൂടി വെച്ചുവെന്നോ എന്റെ കൽവിലെ വെണ്ണിലാവു നല്ല ഭംഗി കണ്ണി വഴിയുതേ കണ്ണേ കണ്ണക്കുൾ നീതാൻ കണ്ണീരിൽ നീതാൻ കൺമൂടി പാർത്താൻ നെഞ്ചുക്കുൾ നീതാൻ ഏതാനതോ കുതിച്ചിട്ടും വരാനിൻ ദൈവം കുതിച്ചിട്ടും വരാനിൻ ദൈവം കുതിച്ചിട്ടും വരാനിൻ ദൈവം. അങ്ങനെ സ്റ്റേജ് ഷോ ഒക്കെ കഴിഞ്ഞില്ലേ, നമ്മൾ നേരെ മെയിനായിട്ട് ഫുഡ് അടിക്കാൻ വേണ്ടി പോകാം. പലതരം ചായകളുണ്ടായിരുന്നു. പൈനാപ്പിൾ ടീ, ലൈം ടീ, മിൻറ്റ് ടീ,
ജിഞ്ചർ ടീ, അങ്ങനെ എന്തെല്ലോ വെറൈറ്റി വാരിക്കോരി മൂണ്ടി കുടിച്ചിട്ടുണ്ട്. പൈനാപ്പിൾ ടീ കുടിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ ഇതെന്ത് ടീ ആണ്? ലെമൺ ടീ. ഇങ്ങ ഇതെന്ത് ടീ ആണ്? എന്തോ ഒരു ടീ ആണ് ഇത് അല്ലേ? ആവറേജ്. അങ്ങനെ ഫുഡെല്ലാം വലിച്ചു കയറ്റിയ ശേഷം ഞങ്ങൾ ബോട്ടിങ്ങിന് പോകാൻ നേരിച്ചു. അപ്പോൾ നോക്കിയപ്പോഴേക്കും ബോട്ടിംഗ് എല്ലാം ക്ലോസ് ആയി ഗൈസ്. അപ്പോൾ പിന്നെ അവിടെ വെറുതെ നിർത്തിയിട്ടിരിക്കുന്നൊരു ബോട്ടുണ്ടായിരുന്നു, അതിൽ കയറി കുറച്ച് സമയം എൻജോയ്. അതിൻ്റെ ഇടയ്ക്ക് വേറെ സാധനമുണ്ട്, കണ്ടു. ടിക്കറ്റ് 10 രൂപ. പൊന്താത്തെ നിങ്ങളാരും പോണില്ല. അപ്പോൾ ഒടുക്കം ബോട്ട് ഷോയും കഴിഞ്ഞ് ഞങ്ങൾ പരിപാടി അവസാനിപ്പിച്ചു. എങ്ങനെയൊക്കെയോ വീണ്ടും ഒരു 3 കിലോമീറ്റർ തിരിച്ചു നടന്ന് വണ്ടിയിൽ കയറി വീട്ടിലേക്ക് പോന്നു. ഓക്കെ, ബായ്.